ശിവാനി, സോറി. എന്താന്ന് വെച്ചാൽ ഞാൻ പേടിച്ചോടി വരികയായിരുന്നു. ആ ടെൻഷനിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാ ഓടി വന്നത്? എന്തു പറ്റി? അത് ഞാനൊരു പെണ്ണ് കാണാൻ പോയത്. അവിടുന്ന് ഓടി വന്നു. പെണ്ണ് കാണാൻ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഓടി വരുമോ? എന്തു പറയാനാ, ചിലർക്ക് കല്യാണം കഴിഞ്ഞ ശേഷം പെണ്ണ് പിശാചാന്ന് പറഞ്ഞ് ഓടിപ്പോവാറില്ലേ? പക്ഷെ ഞാനോ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോയപ്പോ ആ പെണ്ണിനെ കണ്ട് പേടിച്ചോടേണ്ട അവസ്ഥയായി പോയി. എന്ത്? പെൺകുട്ടി പിശാചിനെ പോലെ ഉണ്ടെന്നോ? അയ്യോ, അത് ഭയങ്കര ഭീകരായിരുന്നു, ഭയങ്കര വിചിത്രമായിരുന്നു. അപ്പോ വീട്ടുകാര് പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാ എന്തു പറയും? ഇത്രയും ദിവസം എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാ റിയൽ ലവ്. പക്ഷേ അതിലും വലുത് എൻ്റെ വീട്ടുകാരുടെ സന്തോഷം. അത് മാത്രമല്ല, വീട്ടുകാർ വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ശിവാനി, നമ്മുടെ മനസ്സിന് എന്താണോ ഇഷ്ടം അത് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രം. നമ്മുടെ ലൈഫിനെ വേറെ ആരും വന്നങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും ഒക്കെ നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അത് വേറൊരാൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റാ? ഞാൻ വേറെന്തോ ഒരു അവസ്ഥയിലായിരുന്നു. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടായാലേ പറ്റും. എന്നാലേ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യാ? ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങിന് പോവില്ല. ആ തീരുമാനമൊക്കെ നടക്കുമെന്ന് നോക്കാം. താങ്ക് യു ശിവാനി. പിന്നെ സോറി. എന്തിന്? ഞാൻ കാരണം താൻ വല്ലാതെ ബുദ്ധിമുട്ടിയില്ലേ? ഇറ്റ്സ് റിയലി ഓക്കെ. എനിക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്ക്. ശരി, വാ പോ. ത്രിവിക്രം, ത്രിവിക്രം, ത്രിവിക്രം. എന്താ? എന്തു പറ്റി? എന്തിങ്ങനെ ഒച്ച വെക്കുന്നേ? നിന്റെ മോനെവിടെ? പെണ്ണ് കാണാൻ പോയിട്ട് എന്റെ മാനവും മര്യാദയെല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുക. അവൻ എവിടെ? അവൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മുഖം കാണിക്കാൻ പറ്റാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയായിരിക്കും. ആ വീട്ടിൽ ചെന്നിട്ട് ഒരു അക്ഷരം ഇടാതെ അവിടെ ഇറങ്ങിപ്പോയി. ആ വിജയ് പ്രസാദ് എത്ര ഹൈസ്റ്റ് ഫാമിലിയാണെന്ന് അറിയോ? എല്ലാ ദിവസവും 100,000 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളുടെ മുമ്പിൽ പോകുന്നതാ. ഇനി എങ്ങനെ ഞാൻ അയാളുടെ മുഖത്ത് നോക്കും? അല്ലളിയ, സത്യത്തിൽ എന്താ പറ്റിയ? എന്റെ വിധിയാ. ആ കുട്ടിയോട് സംസാരിക്കാൻ പോയിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയവൻ. അല്ല, അവന് ഞാൻ ആ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ എനിക്ക് ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകൂടായിരുന്നോ? അത് ചെയ്യാതെ ഫ്രോഡിനെ പോലെ ഓടുക ചെയ്യുന്നത്. എനിക്ക് എന്റെ സർക്കിളിൽ എന്തെങ്കിലും മര്യാദ കിട്ടുമോ? ത്രിവിക്രമ, അത് പിന്നെ നീ ദമയന്തി, പോയ കാര്യം എന്തായെന്ന് പറയടാ. നിന്നോടാ ചോദിക്കുന്ന, പറയാൻ.
അത് ഡാഡി, കുട്ടിയെ എനിക്ക് ഇഷ്ടമായില്ല. എന്തായി പറയുന്നേ? ഇഷ്ടമായില്ലെങ്കിൽ ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. അവിടെ വരെ എന്തിനാ പോയത്? നീ ഈ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. എടാ, എന്നെ കുറിച്ച് നീ എന്താടാ വിചാരിച്ചത്? വെറും കഴുതയാണെന്നോ അതോ പൊട്ടനാണെന്നോ? പറയടാ, എന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടോ നിനക്ക്? അവിടെ ചെന്നിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ ബന്ധം വേണ്ടാന്നെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. അതുപോലും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീക്ക് എന്തിനാണ് ജീവിക്കുന്നത്? ഈ ദിഗ്വിജയന്റെ മകനാണ് നീ. ഇതാണോ നിന്റെ സംസ്കാരം? ഡാഡി, അത് എന്താന്ന് വെച്ചാ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഓ, നിന്റെ അമ്മയുടെ സൗഭാഗ്യ നിന്നെ പ്രസവിച്ചത്. അത്രയ്ക്ക് നല്ല മകനല്ലേ നീ. താങ്ക്സ് മോനെ, ഒരുപാട് താങ്ക്സ്. ഡാഡി, ഞാൻ പറയുന്നുണ്ട്. നിന്റെ വായി ഇനി ഒരു അക്ഷരം വീണു പോകരുത്. പോടാ. അളിയ, എന്തിനാ അങ്ങ് ദേഷ്യപ്പെടുന്നത്? അവിടെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കാണും. അതെന്താണെന്ന് അറിയല്ലേ വേണ്ടത്? എല്ലാത്തിനും നീയൊക്കെയാ കാരണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കുമ്പോ നീയൊക്കെ അത് ഭേദമതി ഇല്ലാതാക്കും. അവന്റെ കണ്ണില് അച്ഛൻ വലിയ വില്ലനും നീയൊക്കെ വെറും പഞ്ചപാവും അല്ലടാ. ഇതിലും കൂടുതൽ ഒരാളെ വഷളാക്കാൻ സാധിക്കില്ല. സാധിക്കുമെങ്കിൽ കുറച്ചുകൂടി എടുത്ത് മടി കയറ്റിയിരുത്തി വഷളാക്കി എടുക്കടാ അവനെ. ഇന്ന് നല്ലൊരു വഴിയൊരുക്കി അതിന് നീ ഫലം കണ്ടില്ലേ? ഇനി ത്രിവിക്രമൻ ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്ക പോലും ചെയ്യില്ല. ആദ്യമൊക്കെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഒടുവിലെല്ലാം ശരിയായില്ലേ? അത് മതി എനിക്ക്. ഈ ബന്ധം എന്തായാലും മുടങ്ങിപ്പോയി. പക്ഷേ അവന്റെ അച്ഛൻ വെറുതെ ഇരിക്കുന്ന ആളല്ല ശിവാനി. പെട്ടെന്ന് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹാലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകും. എത്ര ദിവസമെന്ന് വെച്ചിട്ടാ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ത്രിവിക്രമന്റെ മനസ്സില് അച്ഛൻ പറഞ്ഞ പെൺകുട്ടിയെ കാണാൻ പോയിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന തോന്നൽ വന്നിട്ടുണ്ടെന്നാണ് നീലി. പിന്നെ സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പാവം ത്രിവിക്രമൻ. അവൻ ആ കാഴ്ച കണ്ട് ഓടിയപ്പോ ആ പേടിയിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. എന്നുവെച്ച് നമ്മൾ എങ്ങനെ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നേ? ഇല്ല നീലി, അവന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണുള്ളത്. അത് പക്ഷെ എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച പോലെ. അതെയോ? അതെങ്ങനെ മനസ്സിലായി? അതെ നീലി, അവന് വേറെ ആരോടും ഇഷ്ടമുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് അവന്റെ മനസ്സിൽ മറ്റൊരു കാഴ്ചപ്പാടാണുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ത്രിവിക്രമന്റെ കൂടെ കൂടുതൽ സമയം ഇടപഴകിയാൽ അവൻ ആരാണെന്നും അവന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ ശിവാനി, ത്രിവിക്രമനാണ് ആദിശേഷൻ എന്ന് തിരിച്ചറിയാനായിട്ട് ചിലപ്പോ നിനക്ക് നല്ലൊരു അവസരം കിട്ടുമായിരിക്കും. ശരിയാ, ഇതുവരെ നമുക്ക് ത്രിവിക്രമനെ കുറിച്ച് കൂടുതലൊന്നും അറിയാനായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. തൃശൂലായിട്ട് കൂടുതൽ അടുത്തതുകൊണ്ട് അവനെക്കുറിച്ച് മാത്രമേ നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഇനി മുതൽ നീ ത്രിവിക്രമനെ മാത്രം ശ്രദ്ധിച്ചാ മതി. അവൻ തന്നെയാണ് ആദിശേഷൻ എന്നുള്ളതിന് നമ്മുടെ അടുത്ത് എത്രയോ തെളിവുകളുണ്ട്. ശരി നീലി, ഇനി മുതല് ത്രിവിക്രമനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അവനെ എനിക്ക് സ്നേഹിച്ചു തുടങ്ങണം. നോക്കാം എന്താകുമെന്ന്. ഞാൻ വിചാരിക്കുന്ന ഒന്ന്, എന്റെ മോൻ ചെയ്തു കൂട്ടുന്നത് വേറൊന്ന്. വലിയ തലവേദനയായിരിക്കും നന്ദീശ. എന്തിനാ മുതലാളി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും. എന്ത് കാര്യമുണ്ടെന്നാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ എന്താ, അവൻ ചെയ്തത് എന്താ? ജസ്റ്റ് പോയി ആ പെൺകുട്ടിയോടൊന്ന് സംസാരിച്ചിട്ട് വരാൻ പറ്റില്ലേ അവന്? അത് വിട്ടുകളാം മുതലാളി. ആ പെൺകുട്ടിയെ ഇഷ്ടമായില്ലെന്നല്ലേ കുഞ്ഞു പറഞ്ഞത്? അത് സത്യം തന്നെയായിരിക്കും. നിങ്ങൾക്കൊക്കെ അത് ഈസി ആയിട്ട് പറഞ്ഞാൽ മതി. നിന്റെ കാര്യത്തില് നല്ല ഉത്തരവാദിത്തമുള്ളൊരു മോനുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അവനോട് പറഞ്ഞ അവൻ അതുപോലെ തന്നെ ചെയ്തിരിക്കും. എന്റെ മോനാണെങ്കിൽ പറഞ്ഞാലും അനുസരിക്കില്ല, അതിന് വിപരീതമായിട്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. എന്റെ എക്സ്പെക്ടേഷന് 10% പോലും വില കൽപ്പിക്കില്ല. എന്തിനെങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്നത്? എല്ലാം പതിയെ പതിയെ ശരിയായിക്കൊള്ളും. എന്ന് ശരിയാവാനോ എന്തോ. അവൻ രക്ഷപ്പെടട്ടെന്ന് വിചാരിച്ച ആ പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. അതിന്റെ ഗതി ഇനി എന്താവൂ എന്തോ. നിന്റെ മോൻ കൂടെ ഉണ്ടെന്നുള്ളതാ എനിക്ക് ആ പ്രോജക്റ്റിന്റെ കാര്യത്തിലുള്ള ഏക ആശ്വാസം.
എവിടെയാ മുതലാളി? എന്റെ മോൻ എന്തറിയാനാ? എന്തറിയില്ല എന്ന് ചോദിക്കും, ഞാൻ പറയാം. നിന്റെ മകനുണ്ടല്ലോ, അവൻ എന്റെ മകനായിട്ട് എന്റെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എനിക്കതിൽ പരം സന്തോഷം വേറെ ഉണ്ടാവുമായിരുന്നില്ല. എന്റെ മനസ്സിനെ ഒരു ദുഃഖം അലട്ടുമായിരുന്നില്ല. അവനിപ്പോ ഉള്ള ഗുണങ്ങളുടെ ഒരു 50% അറ്റ്ലീസ്റ്റ് എന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായിരുന്നു എനിക്ക്. മുതലാളി, എന്റെ മോന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും അത്ര വലിയ അറിവും പഠിപ്പൊന്നുമില്ല അവന്. അതെ, അതെന്താ അങ്ങനെയായെന്നറിയോ? നിന്റെ മോൻ ഫുൾ ടൈം എന്റെ മോന്റെ കൂടെ കറങ്ങലായിരുന്നല്ലോ. തൃശൂല് എത്ര കഷ്ടപ്പെട്ട് എന്റെ മകനെ രക്ഷിച്ചോണ്ട് വന്നാലും നാളെ ഒരു കാര്യത്തിൽ ഇവൻ അവനെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് തീരെയില്ല. നിനക്കറിയോ നന്ദീശ, നിന്റെ മോനെ പോലെയുള്ള ഒരു മോനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്തിരിക്കണം. യു ആർ ലക്കി. മാഡം, മാഡം. ഹായ് മാഡം. എന്താ അത് എന്താ മാഡം വല്ലാതിരിക്കുന്നത്? ഇവൻ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് ആലോചിക്കാണോ? മാഡം, ഞാനും ഒരു വല്ലാത്ത അവസ്ഥയിലാ. അതാ നിങ്ങളെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചേ. എന്താ പറ്റിയത്? എന്റെ കൊച്ചുമുതലാളി പെണ്ണ് കാണാൻ പോയിട്ടേ എല്ലാം തകിടം മറിച്ചിട്ടാ പോന്നെ. ഓ, ഇസ് ഇറ്റ്? അതെന്താ? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തോ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു വന്നു. ഞാനും സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി അവിടെ നിന്ന് തിരിച്ചു പോന്നു. നല്ലതിനോ? എന്ത് നല്ലതിന്? പിന്നെന്താ മാഡം, മുന്നും പിന്നും ഒന്നും നോക്കാതെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിലുള്ളവർ പറഞ്ഞാ പിന്നെ പാവം കൊച്ചുമുതലാളി എന്ത് ചെയ്യാനാ? പരസ്പരം ഒന്നും മനസ്സിലാക്കാതെ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ആ, അതല്ലാതെ പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാ അതിലൊരു അർത്ഥമുണ്ടോ അല്ലേ മാഡം? അതെ. ആ, നമ്മളെന്താണെന്ന് അവർക്കും അവരെന്താണെന്ന് നമുക്കും കറക്റ്റായിട്ട് പിടികിട്ടണം, ശരിയല്ലേ മാഡം? അത് നല്ലതാ. അവര് പരസ്പരം നന്നായി ചേരുമെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം കല്യാണം കഴിച്ചാൽ അതല്ലേ നല്ലത് മാഡം? അതെ. ആ, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അടിപൊളി. സോ നമുക്കും പരസ്പരം നന്നായി ഒന്ന് മനസ്സിലാക്കാൻ ടൈമൊക്കെ വേണ്ടേ മാഡം? അതെ. ആഹാ, താങ്ക് യു. സമ്മതിച്ചല്ലോ, സൂപ്പർ മാഡം. എനിക്കും ഇതാണ് വേണ്ടത്. ഏയ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ, എന്നാ ഞാൻ പോട്ടെ, ബൈ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ ത്രിവിക്രമിന്റെ കല്യാണക്കാരാണെന്ന് വിചാരിച്ചാ സംസാരിച്ചേ. ഹലോ 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 ഹലോ, ഈ കളിയൊന്നും നടക്കില്ല മാഡം. നോക്ക്, നമുക്ക് രണ്ടാൾക്കും ഇനിയും സമയമുണ്ട്. ഞാൻ നിങ്ങളെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്നെയും മനസ്സിലാക്കണം. പ്രണയത്തിൽ ആദ്യം PhD എടുക്കണം നമുക്ക്. കല്യാണത്തെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം, ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് മനസ്സിലാക്കണം, പിന്നീട് മതി പ്രണയം. പരസ്പരം നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാലേ നമ്മുടെ ചെറിയ ലൈഫ് അടിപൊളിയായിരിക്കും മാഡം. സോ അതുവരെ സന്തോഷം മാത്രം പ്രിയയേ. വരട്ടെ, ബൈ ബൈ. You don't worry, Sublakshmi. ഈ ചൂർണം കൊണ്ട് എന്റെ പേരക്കുട്ടിയുടെ ശക്തി ഇരട്ടിപ്പിക്കും ഞാൻ. നാഗമാണിക്യത്തിന്റെ പരിപൂർണ ഫലം എന്റെ പേരക്കുട്ടിക്ക് തന്നെ കിട്ടിയേ തീരൂ. പക്ഷേ അതിനു മുൻപ് തന്നെ അവന്റെ ദേഹം എനിക്ക് ശക്തിപ്പെടുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ
അവന് നാഗമാണിക്യത്തിന്റെ ശക്തി താങ്ങുവാൻ സാധിക്കുകയില്ല. വർഷങ്ങളുടെ ധ്യാനബലമുണ്ടായിട്ടും ദിഗ്വിജയന് ഇതുവരെ ഒരു ശക്തിയും ലഭിച്ചിട്ടില്ല. ഇന്നു മുതൽ എന്റെ പേരക്കുട്ടിക്ക് യാതൊരു വിഷമവും ഉണ്ടാവാൻ പാടില്ല. അതിനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ചൂർണം ദിഗ്വിജയൻ മൂലം ത്രിവിക്രമന്റെ ദേഹത്തെത്തിയിരിക്കണം. അങ്ങനെ ആവുമ്പോ അവന്റെ ശക്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനി എത്ര നാളുകൾ എടുത്തായാലും വേണ്ടില്ല. അതുവരെ അവൻ നാഗമാണിക്യത്തിന്റെ സമീപത്തേ പോകരുത്. പോയാൽ അപകടം ക്ഷണിച്ചു വരുത്തും പോലെ ആവും. പക്ഷേ അതിനെല്ലാം മുൻപ് തന്നെ ഈ വിശേഷ ചൂർണം അവന് കിട്ടിയിരിക്കണം. അതിനുശേഷം നാഗലോകത്തിന്റെ വിശിഷ്ട ശക്തി അവന്റെ ദേഹത്തെത്തിച്ചേരും. നോക്കിയിരുന്നോ എങ്ങനെയാണ് എന്റെ പേരക്കുട്ടി നാഗലോകത്തിന്റെ അധിപനായി മാറുന്നതെന്ന്. എന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടോ നിനക്ക്? അവിടെ ചെന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ ബന്ധം വേണ്ടാന്നെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അതുപോലും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീക്ക് എന്തിനാണ് ജീവിക്കുന്നത്? ഓ, നിന്റെ അമ്മയുടെ സൗഭാഗ്യ നിന്നെ പ്രസവിച്ചത്. അത്രയ്ക്ക് നല്ല മകനല്ലേ നീ. താങ്ക്സ് മോനെ. ഹലോ ഡാഡി പ്ലീസ് കോൾ കട്ട് ചെയ്യല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ഡാഡ്, പ്ലീസ്. സോറി ഡാഡ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇനി നീ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെന്റെ വിധിയാണെന്ന് ഞാൻ വിചാരിച്ചോളാം. മകനാണെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചതിന് തക്ക ശിക്ഷ നീ എനിക്ക് തന്നില്ലേ? ഡാഡി ഒരേ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കേൾക്കാൻ ഇനി എന്താ ഉള്ളത്? എല്ലാം നീ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? ഡാഡി അത് ഞാനവിടെ നിന്ന് ഓടിപ്പോയതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ വിചിത്രമായൊരു കാര്യം നടന്നു. എന്താന്ന് ഡാഡി ആദ്യം ഒന്ന് കേൾക്ക്. എന്നിട്ട് ഡാഡി എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തു. ശരി പറ. ആ കുട്ടി എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് വിളിച്ചു ഡാഡി. എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരാന്നാ കരുതി. അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ കണ്ണാടി നോക്കിയപ്പോ ആ പെൺകുട്ടിയെ പ്രേതത്തെ പോലെ കണ്ടത്. പ്രേതോ? അതെ ഡാഡി, പ്രേതത്തെ പോലെയായിരുന്നു അവളുടെ മുഖം. കണ്ട നമുക്ക് പേടിയാവുണ്ടായി. അവളുടെ മുഖം ഭയങ്കരമായിട്ട് വെളുത്തിരുന്നു. അത് കണ്ട് പേടിച്ച ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഓടിയത്. ഡാഡി സത്യത്തിൽ ഇതാ അവിടെ സംഭവിച്ചത്. ഈ കാര്യം നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നേ? ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ പറ്റിയ മൂഡിലായിരുന്നില്ല ഡാഡി. ഞാനിതൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എന്നോട് ദേഷ്യപ്പെടായിരുന്നില്ല ഡാഡി ചെയ്ത്. പിന്നെ വീട്ടിലുള്ളവരോടൊക്കെ എങ്ങനെ ഇത് പറയാ? അവരെ ആരും വെറുതെ ടെൻഷനാക്കണ്ടെന്ന് കരുതിയ ഞാനപ്പോ പറയാതിരുന്നേ. നോക്ക്, ഈ കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്നോട് നേരിട്ട് പറഞ്ഞാൽ എന്തായാലും നന്നായി. അതെന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നീ വെറുതെ ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കണം. ശരി ഡാഡി. തൃശൂൽ, ഒരു മിനിറ്റ് നിന്നേ. നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. യെസ് മദർ ഇന്ത്യ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിന്റെ കൊച്ചു മുതലാളിക്ക് മാത്രം കല്യാണം കഴിച്ചാൽ മതിയോ? നിനക്കത് വേണ്ടേ? അവര് മാത്രം പെണ്ണ് കണ്ടാ മതിയോ? നിനക്ക് കാണണ്ടേ? എന്താ ഇത്? നൈസായിട്ട് എന്തോ അവതരിപ്പിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒന്നും അവതരിപ്പിക്കാനില്ല. വാ എന്റെ കൂടെ. എങ്ങോട്ടേക്കാ? വരാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇരിക്കെ. ബ്രോക്കർ ശിവൻ നിന്റെ ജാതകം ചേരുന്ന കുറച്ച് കുട്ടികളുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിനൊത്തൊരു കുട്ടിയെ നോക്കി കണ്ടുപിടിക്കണം എന്റെ ഒരു ആഗ്രഹം. വൈകാതെ തന്നെ നിന്റെ കല്യാണം നടത്തണം. നോക്കടാ,
ഈ ഫോട്ടോ നോക്ക്. നോക്ക്. ഇതിൽ ആരെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മേ, ഈ ഫോട്ടോ ഒക്കെ മാറ്റി വെച്ച് കാര്യം പറയമ്മേ. അമ്മയ്ക്ക് ഞാൻ കെട്ടുന്ന ആളെ എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹം? നോക്ക്, എനിക്ക് വലിയ വീട്ടിലെ കുട്ടികളെയൊന്നും മരുമകളായി വേണ്ട. പെൺകുട്ടി വളരെ നല്ലവളായിരിക്കണം. അവളുടെ നടത്തം, അവളുടെ സ്വഭാവം, അവളുടെ മനസ്സ് ഇതൊക്കെ നന്നാവണമെന്നേ ഉള്ളൂ. അതിലൊക്കെ ഉപരി അവള് നിന്നെ നന്നായിട്ട് സ്നേഹിക്കുകയും വേണം. വളരെ നന്നായി സംസാരിക്കണം. പക്ഷേ കലഹം പാടില്ലെന്നേ ഉള്ളൂ എനിക്ക്. മതി മതി കൂടാതെ മതി മതി മതി. അമ്മേ, അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണം.